ഹലോ, സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഇനി എടുക്കാനുള്ളത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഈസ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ വാക്വത്തിലുള്ള സ്പീഡും അതേപോലെ തന്നെ ഒരു മീഡിയത്തിലുള്ള സ്പീഡും തമ്മിലുള്ള റേഷ്യോ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇഫ് സി ഡിനോട്ട്സ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, വാക്വത്തിലുള്ള ലൈറ്റിൻ്റെ സ്പീഡാണ് സി എന്ന് പറയുന്നത്. വി എന്ന് പറയുന്നത് ദ സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ മീഡിയം, ഒരു മീഡിയത്തിലുള്ള ലൈറ്റിൻ്റെ സ്പീഡാണ് വി എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ ഇസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം സി ബൈ വി ആണ്. അതായത് വി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. അപ്പോൾ വാക്വത്തിലുള്ള സ്പീഡ് ലൈറ്റിൻ്റെ സ്പീഡ് ബൈ മീഡിയത്തിലുള്ള ലൈറ്റിൻ്റെ സ്പീഡ്, അതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ വരുന്നത് എൻ ഇസ് ഈക്വൽ ടു സി ബൈ വി ആണ്. The speed of light in vacuum C is equal to 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. വാക്വത്തിലുള്ള ലൈറ്റിൻ്റെ സ്പീഡ് എപ്പോഴും ഒരുപോലെ തന്നെ ആയിരിക്കും. അതായത് സിയുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഓരോ മീഡിയത്തിനനുസരിച്ചിട്ടും ലൈറ്റിൻ്റെ സ്പീഡിൽ വ്യത്യാസം വരുന്നു പറഞ്ഞു അല്ലേ. അപ്പോൾ വിക്കാണ് എപ്പോഴും വ്യത്യാസം വരുന്നത്. തന്നിരിക്കുന്ന ടേബിൾ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു മീഡിയം തന്നിട്ടുണ്ട്, സ്പീഡ് ഓഫ് ലൈറ്റ് വി എന്ന് തന്നിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മീഡിയം എയറിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് 3 × 10⁸ ആണ്. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എൻ ഇസ് ഈക്വൽ ടു സി ബൈ വി എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. വി എന്ന് പറയുന്നത് ഇവിടെ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മുകളിലും താഴെയും ഒരേ വാല്യൂ തന്നെ ആയതുകൊണ്ട് അത് അതിൻ്റെ ആൻസർ വരുന്നത് 1 ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാം. ഗ്ലാസിൻ്റെ വിയുടെ വാല്യൂ ഇവിടെ തന്നിരിക്കുന്നത് 2 × 10⁸ ആണ്. സി എന്ന് പറയുന്നത് 3 × 10⁸ ആണ്. ഇക്വേഷൻ എൻ ഇസ് ഈക്വൽ ടു സി ബൈ വി ആണ്. സിയിൽ 3 × 10⁸ കൊടുക്കാം, വിക്ക് 2 × 10⁸ കൊടുക്കാം. അപ്പോൾ മുകളിലും താഴെയും 10⁸ ഉള്ളത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് കളയാം. 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.5 കിട്ടും. അപ്പോൾ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1.5 ആണ്. അടുത്തത് വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. വി തന്നിരിക്കുന്നത് 2.25 × 10⁸. സിയുടെ വാല്യൂ 3 × 10⁸. ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിയുടെ ഭാഗത്ത് 3 × 10⁸ വിയുടെ സ്ഥാനത്ത് 2.25 × 10⁸. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 10⁸ ഉള്ളത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്യാം. പിന്നെ ബാക്കി വരുന്നത് 3 / 2.25 ആണ്. ഇനി ഡിനോമിനേറ്ററിൽ 2 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് കിടക്കുന്നത് അല്ലേ, 2.25. അതുകൊണ്ട് 100 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 × 100 300, താഴെ വരുന്നത് 225 ആയിരിക്കും. 300നെ 225 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.33 ആയിരിക്കും ഇവിടെ കിട്ടുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അടുത്തതൊരു പ്രോബ്ലമാണ്. ഇവിടെ ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2.4 തന്നിട്ടുണ്ട്. ഡയമണ്ടിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം നമുക്ക്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് എൻ ഇസ് ഈക്വൽ ടു സി ബൈ വി തന്നിട്ടുണ്ട് 2.4. ഇവിടെ സി എന്ന് പറയുന്നത് 3 × 10⁸ ആണ്. തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് നമുക്ക് വി ആണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ വരുന്നത് എൻ ഇസ് ഈക്വൽ ടു സി ബൈ വി ആണ്. വി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ വി ഇസ് ഈക്വൽ ടു സി ബൈ എൻ. അപ്പോൾ നമുക്ക് ഇനിയുള്ള വാല്യൂസ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 × 10⁸ ആണ്. എൻ തന്നിരിക്കുന്നത് 2.4 ആണ്. ഡിനോമിനേറ്ററിൽ ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഉള്ളത് കൊണ്ട് 10 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 × 10 എന്ന് പറയുമ്പോൾ 30 ആണ് വരുന്നത്. ഡിനോമിനേറ്ററിൽ 24 വരും അല്ലേ. 30നെ 24 കൊണ്ട് നമുക്ക് ഡിവിഷൻ ചെയ്യുമ്പോൾ 1.25 ആണ് കിട്ടുന്നത്. 10⁸ ന്യൂമറേറ്ററിലൂടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളത് ആൻസറിലേക്ക് എടുത്ത് എഴുതാണ്. വിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്തൂടെ പറഞ്ഞിരിക്കുന്നത് ഹൗ ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് റിലേറ്റഡ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സ്പീഡ് ഓഫ് ലൈറ്റും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസറാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ലെസ് ഇൻ എ മീഡിയം ഓഫ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ള മീഡിയത്തിലെ ലൈറ്റിൻ്റെ സ്പീഡ് കുറവായിരിക്കും. ഇതെന്തായാലും പഠിച്ചു വയ്ക്കണം കേട്ടോ. അടുത്തത് നോക്കാനുള്ളത് ലൈറ്റ് എയറിൽ നിന്നും വാട്ടറിലേക്കും അതുപോലെ വാട്ടറിൽ നിന്നും എയറിലേക്കും പ്രവേശിക്കുന്ന സമയത്ത് ഇൻസിഡൻറ്റ് ആംഗിളിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ എന്നാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്, ആ ചിത്രം നമുക്കൊന്ന് നോക്കാം.
ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻസിഡൻറ്റ് റേ എന്താണ്, റിഫ്രാക്റ്റഡ് റേ എന്താണെന്നൊക്കെയാണ്. ദ റേ ഫോളിംഗ് ഓൺ ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ദി ടു മീഡിയം ഈസ് ദ ഇൻസിഡൻറ്റ് റേ. The ray which undergoes refraction is the refracted ray. The angle between refracted ray and the normal is the angle of refraction. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം എങ്ങനെയൊക്കെയാണെന്ന്. തന്നിരിക്കുന്ന പിക്ചറിൽ എയർ എന്ന് പറയുന്ന മീഡിയത്തിൽ എ എന്ന് പറയുന്ന ലൈറ്റ് റേ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഒന്ന് പതിക്കുകയാണ് അല്ലേ. അതായത് എയറും വാട്ടറും തമ്മിലുള്ള ആ ഒരു മീഡിയത്തിൻ്റെ സെപ്പറേഷനിൽ വന്നിട്ടാണ് ആ റേ വന്ന് പതിക്കുകയാണത് അല്ലേ. അവിടെ നിന്നും അതിനൊരു ഡീവിയേഷൻ സംഭവിക്കുകയാണ്. അതാണ് സി എന്ന് പറഞ്ഞാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു നോർമൽ വരച്ചിട്ടുണ്ട് എൻ ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എയും എന്നും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇനി ആ റേക്ക് ഒരു റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട് അല്ലേ. അതാണ് അവിടെ ആർ എന്ന് പറഞ്ഞാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ, റിഫ്രാക്ഷൻ. അതുകൊണ്ടാണ് ആർ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സിയും എൻ ഡാഷും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് റിഫ്രാക്റ്റഡ് ആംഗിൾ എന്ന് പറയുന്നത്. ഒരു മീഡിയത്തിലേക്ക് വന്നു പതിക്കുന്ന, അതായത് ഇൻസിഡൻറ്റ് ചെയ്യുന്ന റേനെ പറയുന്നതാണ് ഇൻസിഡൻറ്റ് റേ എന്നും, ആ ഒരു സെപ്പറേഷനിൽ വെച്ചിട്ട് ആ റേക്ക് ഒരു റിഫ്രാക്ഷൻ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റേനെ പറയുന്നതാണ് റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലേ. ഇനി തന്നിരിക്കുന്ന ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാം. ഇതിൽ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത് എ ബി ആണ്, റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് ബി സി ആണ്. ആദ്യത്തെ ഫിഗറിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. 1.7 എന്ന് പറയുന്ന ഫിഗറിൽ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് ബി സി ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ എന്ന് പറയുന്നത് ആംഗിൾ എ ബി എൻ ആണ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ എന്ന് പറയുന്നത് ആംഗിൾ സി ബി എൻ ഡാഷ് ആണ്. ഇനി അടുത്തത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനേക്കാളും കൂടുതലാണോ കുറവാണെന്നാണോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ലെസ് ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എയറിലുള്ള ആംഗിളാണ് അല്ലേ. വാട്ടറിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എയറിലുള്ള ആംഗിൾ വലുതും വാട്ടറിലുള്ള ആംഗിൾ വരുന്നത് ചെറുതുമാണ് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ ലെസ് ദാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പിക്ചർ അനുസരിച്ചിട്ട് ഇൻസിഡൻറ്റ് റേ ഏതൊക്കെയാണെന്ന് നോക്കാം. രണ്ടാമത്തെ പിക്ചറിൽ വാട്ടറിൽ നിന്നും എയറിലേക്കാണ് ലൈറ്റ് റേ പാസ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത് പി ക്യൂ ആണ്. അടുത്തത് റിഫ്രാക്റ്റഡ് റേ ആണ്. റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് ക്യൂ ആർ ആണ് റിഫ്രാക്റ്റഡ് റേ. അടുത്തത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ആണ് നോക്കേണ്ടത്. അത് നമുക്ക് പറയാം ആംഗിൾ പി ക്യൂ എൻ ഡാഷ്. അടുത്ത് നോക്കാനുള്ളത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ ആണ്. അത് നമുക്ക് പറയാം ആർ ക്യൂ എൻ. ഈ ചിത്രത്തിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ചെറുതാണ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് വലുത് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. ഹൗ ഡസ് ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ചേഞ്ച് വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലീക്ലി ഫ്രം എയർ ടു വാട്ടർ. അതവിടെ പറഞ്ഞിരിക്കുന്നത് എയറിൽ നിന്നും വാട്ടറിലേക്ക് ചരിഞ്ഞു പ്രവേശിക്കുന്ന ലൈറ്റ് റേയുടെ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് എപ്രകാരമാണെന്ന്. അവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഡീവിയേറ്റ് ടുവേർഡ്സ് ദ നോർമൽ, നോർമലിലേക്ക് അടുക്കാണ് ചെയ്യുന്നത് അല്ലേ. അടുത്തത് ഹൗ ഡസ് ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ചേഞ്ച് വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലീക്ലി ഫ്രം വാട്ടർ ടു എയർ. ഇനി വാട്ടറിൽ നിന്നും എയറിലേക്ക് ചെരിഞ്ഞ് പ്രവേശിക്കുന്ന ലൈറ്റ് റേയുടെ ഡയറക്ഷന് എന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നത്? നമുക്ക് പറയാം ഡീവിയേറ്റ് എവേ ഫ്രം ദ നോർമൽ എന്ന് പറയാം. ആ ലൈറ്റ് റേ നോർമലിൽ നിന്നും അകന്നാണ് പോകുന്നത് അല്ലേ. ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും കുറഞ്ഞ മീഡിയത്തിലേക്കാണ് ഒരു ലൈറ്റ് റേ പാസ് ചെയ്യുന്നതെങ്കിൽ അത് നോർമലിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. അതനുസരിച്ചിട്ട് വേണം ഇനി പറയുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് പിക്ചറുകൾ തന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട്, 1-2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതൊന്ന് ആൻസർ ചെയ്യാം കേട്ടോ. A question തന്നിരിക്കുന്നത് which are the figures in which the ray of light enters obliquely from an optically denser medium to a rarer medium. തന്നിരിക്കുന്ന ഈ ചിത്രത്തിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും കുറഞ്ഞ മീഡിയത്തിലേക്ക് ലൈറ്റ് റേ ചരിഞ്ഞ് പ്രവേശിക്കുന്നതായി കാണിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കാണ്. കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് വരുമ്പോൾ എവേ ഫ്രം ദി നോർമലാണ് അല്ലേ. അപ്പോൾ ആ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കണം, ഏരോ മാർക്ക് നോക്കിയിട്ട് വേണം ഏത് മീഡിയത്തിൽ നിന്നാണ് ഏത് മീഡിയത്തിലേക്കാണ് ലൈറ്റ് റേ പ്രവേശിക്കുന്നതെന്ന് നോക്കാൻ. മനസ്സിലായല്ലോ. അപ്പോൾ ഏരോ മാർക്ക് നോക്കിയിട്ട് നോക്കാം കേട്ടോ.
എ എന്ന് പറയുന്ന ഫിഗർ നോക്കാം, എയറിൽ നിന്ന് വാട്ടറിലേക്കാണ്. അപ്പോൾ ഡെൻസിറ്റി കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്കാണ്. അപ്പോൾ അതല്ല. രണ്ടാമത്തെ പിക്ക് നോക്കാം, നമുക്ക് ഗ്ലാസ്സിൽ നിന്നും വാട്ടറിലേക്കാണ്. അത് കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ്. അപ്പോൾ അത് ഓക്കെയാണ് അല്ലേ. അപ്പോൾ എന്താ, എവേ ഫ്രം ദി നോർമലാണ് അല്ലേ. അപ്പോൾ അത് ബി എന്ന് പറയുന്ന പിക്ചർ ഇതിൽ വരുന്നതാണ്. ഇവിടെ സി എന്ന് പറയുന്ന പിക്ചർ അല്ല. ഇനി നമുക്ക് ഡി നോക്കാം. ഡി ഗ്ലാസ് ടു എയർ ആണ് അല്ലേ. അപ്പോൾ ഡെൻസിറ്റി കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ബി ക്വസ്റ്റ്യൻ നോക്കാം. In this case, to which direction does the refracted ray deviate? Towards the normal, away from the normal. അപ്പോൾ ഈ പറഞ്ഞ സിറ്റുവേഷനിൽ, അതായത് ഡെൻസിറ്റി കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് ലൈറ്റ് റേ പാസ് ചെയ്യുമ്പോൾ അത് നോർമലിൽ നിന്നും അകലാണോ അതോ അടുക്കാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് അല്ലേ. അപ്പോൾ away from the normal ആണ്. സി ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ ഫിഗേഴ്സ് ഇൻ വിച്ച് ദ റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ് ടുവേർഡ്സ് ദ നോർമൽ. തന്നിരിക്കുന്നവയിൽ റിഫ്രാക്റ്റഡ് റേ നോർമലിലേക്ക് അടുക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പിക്ക് നോക്കാം. ആദ്യത്തേത് എയറിൽ നിന്ന് വാട്ടറിലേക്ക് വരുമ്പോൾ അത് ടുവേർഡ്സ് ദ നോർമലാണ്. അതുപോലെ തന്നെ ഏതാ വരുന്നത്, എഫും വരുന്നത് അല്ലേ, നോർമലിലേക്ക് അടുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ എയും എഫാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഡി ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് സിറ്റുവേഷൻ വിൽ എ റേ ഓഫ് ലൈറ്റ് ഡീവിയേറ്റ്സ് ടുവേർഡ്സ് നോർമൽ ആസ് ഇറ്റ് പാസ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോർമലിലേക്ക് അടുക്കുന്ന സിറ്റുവേഷനിൽ ലൈറ്റ് റേ ഏത് മീഡിയത്തിൽ നിന്നും ഏത് മീഡിയത്തിലേക്കാണ് കടക്കുന്നതെന്ന്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഫ്രം എൻ ഒപ്റ്റിക്കലി റയറർ മീഡിയം ടു ഡെൻസർ മീഡിയം. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ദർ ഈസ് നോ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ ഫിഗർ 1.8c ആൻഡ് 1.8e. വാട്ട് മേ ബി ദ റീസൺ? ആ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഈ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് എ റേ ഇൻസിഡൻറ്റ് നോർമൽ അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് മീഡിയം ഡസ് നോട്ട് അണ്ടർഗോ റിഫ്രാക്ഷൻ. അതായത് ഒരു മീഡിയത്തിൻ്റെ സർഫസ് ഓഫ് സെപ്പറേഷന് നോർമലായിട്ട് അതിലേക്ക് പതിക്കുന്ന ലൈറ്റ് റേക്ക് റിഫ്രാക്ഷൻ ഒന്നും സംഭവിക്കുന്നില്ല എന്ന്. ഇനി അതിൻ്റെ മുകളിലത്തെ 3 പോയിന്റ് കൂടി നമുക്ക് നോക്കാം. വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം one medium to another, the incident ray, the refracted ray and the normal at the point of incidence will be on the same plane. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഇൻസിഡൻറ്റ് റേയും റിഫ്രാക്റ്റഡ് റേയും നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസും ഇതെല്ലാതും ഒരൊറ്റ പ്ലെയിനിൽ തന്നെയാണ് ഉണ്ടാകുന്നതെന്ന്. അതായത് ഒരൊറ്റ സർഫേസ് തന്നെയായിരിക്കും അതെല്ലാം സംഭവിക്കുന്നത് അല്ലേ. അതായത് ഒരു മീഡിയത്തിലേക്ക് ലൈറ്റ് വന്ന് പതിക്കും, അവിടെ തന്നെയാണ് അതിന് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്, അവിടെ തന്നെയാണ് നമ്മൾ അതിൻ്റെ നോർമൽ വരയ്ക്കുന്നത്. അല്ലാതെ ഒരു മീഡിയത്തിലേക്ക് ലൈറ്റ് പതിച്ചു വേറെ മീഡിയത്തിൽ നിന്ന് അത് റിഫ്രാക്ട് ചെയ്യുക അങ്ങനെയല്ലല്ലോ. ഇതെല്ലാം സംഭവിക്കുന്നത് ഒരൊറ്റ പ്ലെയിനിലാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം എൻ ഒപ്റ്റിക്കലി റയറർ മീഡിയം ടു ഡെൻസർ മീഡിയം ഇറ്റ് ഡീവിയേറ്റ്സ് ടുവേർഡ്സ് ദ നോർമൽ. അതായത് ഒരു ലൈറ്റ് റേ ഒരു മീഡിയത്തിൽ, അതായത് ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്നും കൂടിയ മീഡിയത്തിലേക്കാണ് പ്രവേശിക്കുന്നതെങ്കിൽ അത് നോർമലിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം എൻ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു എ റയറർ മീഡിയം ഇറ്റ് ഡീവിയേറ്റ്സ് അവേ ഫ്രം ദി നോർമൽ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും കുറഞ്ഞ മീഡിയത്തിലേക്ക് ലൈറ്റ് ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അത് നോർമലിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ വീടിനെ നോർമലായിട്ട് എടുക്കുക. നിങ്ങളുടെ വീട്ടിലെ റൂമിനെ ഡെൻസർ മീഡിയ ആയിട്ടും പുറത്ത് നിങ്ങൾ കളിക്കാൻ പോകുന്ന സ്ഥലത്തിനെ റയറർ മീഡിയ ആയിട്ടും എടുക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ ഇത്തിരി മടിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മ പറയും വീട്ടിലിരുന്ന് പഠിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങളെ റൂമിലിട്ട് പൂട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് അമ്മയുടെ അടുത്തെന്ന് പറയാം, അമ്മയോട് പറയും അമ്മേ എൻ്റെ പഠിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയും. അപ്പോൾ അമ്മ പറയും എന്നാൽ ശരി കുറച്ച് നേരം പോയിട്ട് കളിച്ചോ, ഒരു 10 മിനിറ്റ് പോയി കളിച്ചോ എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും അല്ലേ, കളിക്കുന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ 2-3 വീട് അപ്പുറത്ത് പോയി കളിക്കും. പരമാവധി വീട്ടിൽ നിന്നും അകന്ന് പോയി കളിക്കാനേ ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഡെൻസർ മീഡിയത്തിൽ നിന്നും റയറർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് റേ പാസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നോർമലിൽ നിന്നും അകന്നു പോകും. അതായത് വീട്ടിൽ നിന്ന് നിങ്ങൾ പരമാവധി അകന്നായിരിക്കും പോവുക. അപ്പോൾ വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമലാണല്ലോ, അപ്പോൾ അതിൽ നിന്നും പരമാവധി അകന്ന് പോയി കളിക്കും നിങ്ങൾ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഈ പറഞ്ഞ 4 പോയിന്റിലെ മൂന്നാമത്തെ പോയിന്റിൻ്റെ എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറഞ്ഞത്, അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇതെന്തായാലും പഠിക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട്. പിക്ചറുകൾ തന്നിട്ട് ഏതിൽ നിന്നും ഏതിലേക്ക് കിടക്കുന്നു, നോർമലിലേക്ക് അകലാണോ ടുവേഴ്സ് ദ നോർമലാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്.
അടുത്തത് നോക്കാനുള്ളത് റിഫ്രാക്ഷനിൻ്റെ ഗ്ലാസ് ലാബാണ്. റിഫ്രാക്ഷൻ എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് റേ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ഉണ്ടാവുന്നതാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഗ്ലാസ് ലാബിൽ എങ്ങനെയാണ് റിഫ്രാക്ഷൻ നടക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു ഗ്ലാസ് ലാബ് തന്നിട്ടുണ്ട്. അതിലേക്ക് പി എന്ന് പറയുന്ന ഒരു ലൈറ്റ് റേ വന്ന് പതിക്കുകയാണ്. അപ്പോൾ ഗ്ലാസ് ലാബിൻ്റെ ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ വന്നാണ് പതിക്കുന്നത്. അതിനുശേഷം അതിനൊരു റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട് അല്ലേ? ഗ്ലാസ് ലാബിൻ്റെ ഉള്ളിലൂടെ റിഫ്രാക്ഷൻ സംഭവിച്ചതിന് ശേഷം അത് ആർ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. അത് എസ് ആയിട്ട് അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ലൈറ്റ് റേക്ക് 2 പ്രാവശ്യം റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അറ്റ് വിച്ച് പോയിന്റ്സ് ഡു റിഫ്രാക്ഷൻ ഒക്കർ ഫോർ ദ റേ ഓഫ് ലൈറ്റ്. അതായത് ഈ ലൈറ്റ് റേക്ക് എവിടെയൊക്കെ വെച്ചാണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നതെന്ന്. അതായത് ക്യൂ ആർ എന്ന് പറയുന്ന 2 പോയിന്റിൽ വെച്ചാണ് അതിന് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് അല്ലേ? അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പിക്ചർ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അടുത്ത് താഴെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എല്ലോ ലൈറ്റ് ടു ഇൻസിഡൻറ്റ് നോർമൽ ഓൺ ദ ഗ്ലാസ് ലാബ് ഡസ് റിഫ്രാക്ഷൻ ഒക്കർ. അതായത് ഗ്ലാസ് ലാബിലേക്ക് നേരിട്ട് പതിക്കാൻ ആ ഒരു ലൈറ്റ് റേനെ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് റിഫ്രാക്ഷൻ സംഭവിക്കുമോ എന്ന്. അതായത് അതിന് റിഫ്രാക്ഷൻ സംഭവിക്കില്ല. അതായത് നോർമലായിട്ട് പതിക്കുന്ന ഒരു ലൈറ്റ് റേക്കും റിഫ്രാക്ഷൻ സംഭവിക്കില്ല അല്ലേ? നമുക്ക് പറയാം ഡസ് നോട്ട് അണ്ടർഗോ ഡീവിയേഷൻ. റിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വെസലിൽ ഒരു കോയിൻ വയ്ക്കുക. അതിന് ശേഷം ആ കോയിനെ നോക്കിക്കൊണ്ട് പുറകിലേക്ക് നടക്കുക. എവിടെ വെച്ചാണോ ആ കോയിൻ ഡിസപ്പിയർ ആവുന്നത് അവിടെ വെച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയാം ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാൻ. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ കോയിൻ നിങ്ങൾക്ക് വീണ്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു. അതെങ്ങനെയാണ് പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓൺ പോറിംഗ് വാട്ടർ ദ റേ ഓഫ് ലൈറ്റ് കമ്മിങ് ഫ്രം ദ കോയിൻ അണ്ടർഗോസ് റിഫ്രാക്ഷൻ ആൻഡ് റീച്ചസ് ദ ഐ ഹെൻസ് ദ കോയിൻ ബിക്കംസ് വിസിബിൾ അഗെയിൻ. അതായത് ജലം ഒഴിച്ചപ്പോൾ ആ നാണയത്തിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ആ റേക്ക് റിഫ്രാക്ഷൻ സംഭവിക്കുകയാണ്. അങ്ങനെ റിഫ്രാക്ഷൻ സംഭവിച്ച റേയാണ് നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുന്നത്. അപ്പോൾ നമുക്ക് നാണയം വീണ്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു. ഈ ഒരു പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട് ചിലതൊക്കെ. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കണം കേട്ടോ. അടുത്ത് നമുക്ക് നോക്കാം. പ്ലേസ് എ ഗ്ലാസ് ലാബ് ഓൺ ദ ലെറ്റേഴ്സ് ഇൻ എ ടെക്സ്റ്റ് ബുക്ക്. ദ ലെറ്റേഴ്സ് അപ്പിയർ റേസ്ഡ്. വാട്ട് മേ ബി ദ റീസൺ? ഫൈൻഡ് ഔട്ട്. അതായത് ടെക്സ്റ്റ് ബുക്കിലെ അക്ഷരങ്ങൾക്ക് മുകളിൽ ഒരു ഗ്ലാസ് ലാബ് വയ്ക്കുമ്പോൾ അക്ഷരങ്ങൾ ഉയർന്നിരിക്കുന്നതായി തോന്നുന്നു. അതിന് കാരണം എന്താണെന്ന്. ഇതിൻ്റെ ആൻസർ നോക്കാം. ദ റേ ഓഫ് ലൈറ്റ് കമ്മിങ് ഫ്രം ദ ലെറ്റേഴ്സ് അണ്ടർഗോസ് റിഫ്രാക്ഷൻ ത്രൂ ദ ഗ്ലാസ് ലാബ് ആൻഡ് റീച്ചസ് ദ ഐസ്. സോ ദ ലെറ്റേഴ്സ് അപ്പിയർ റൈസ്ഡ്. അതായത് ലെറ്ററിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റ് റേക്ക് ഗ്ലാസ് ലാബിലൂടെ റിഫ്രാക്ഷൻ സംഭവിച്ചിട്ടാണ് നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുന്നത്. അതുകൊണ്ടാണ് ആ ലെറ്റേഴ്സ് ഉയർന്നിരിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നത്. ഇനി അടുത്തത് ഒരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് 1:11 എന്ന് പറയുന്ന ഒരു പിക്ചറിൽ അവിടെ ഒരു ട്രഫിൽ കുറച്ച് ജലവും അതിൻ്റെ താഴെ അതായത് വെള്ളത്തിൻ്റെ ഉള്ളിൽ ഒരു നാണയവും വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ഒരു നാണയത്തിനെ ഒരു വശത്തൂടെ നോക്കിക്കൊണ്ട് എടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നാണയം എളുപ്പത്തിൽ എടുക്കാൻ കഴിയുന്നുണ്ടോ? കാരണം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ആ ട്രഫിൻ്റെ സൈഡിൽ കൂടെ നോക്കിയിട്ടാണ് നാണയം എടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും നാണയത്തെ എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കില്ല. എന്താ കാരണം? അതായത് നാണയത്തിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റ് റേക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട് അല്ലേ? ജലത്തിൽ വെച്ചിട്ട് തന്നെ റിഫ്രാക്ഷൻ സംഭവിച്ചിട്ടാണ് നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ഥാനം കുറച്ചും കൂടി ഉയർന്നായിരിക്കും ഇരിക്കുന്നുണ്ടാകുക വെള്ളത്തിൽ. അപ്പോൾ നമ്മൾ സൈഡിൽ കൂടെ നോക്കിയിട്ടാണ് നാണയം എടുക്കുന്നതെങ്കിൽ അതിൻ്റെ കറക്റ്റ് പൊസിഷനിലായിരിക്കില്ല നാണയം ഇരിക്കുന്നത്, കുറച്ചുകൂടി ഉയർന്നായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതായിരിക്കും നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കില്ല. ഇതിൻ്റെ ആൻസർ ഏതാ? വി കനോട്ട് ടേക്ക് ദ കോയിൻ ഈസിലി ലുക്കിംഗ് ത്രൂ വൺ സൈഡ് ഓഫ് ദ ട്രഫ് ബിക്കോസ് ദ ലൈറ്റ് റേസ് ഫ്രം ദ കോയിൻ അണ്ടർഗോ റിഫ്രാക്ഷൻ ആൻഡ് ദ കോയിൻ ഈസ് നോട്ട് സീൻ അറ്റ് ദ ആക്ച്വൽ പൊസിഷൻ. ഇറ്റ് ഈസ് ഏബിൾ ടു ബി റൈസ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ബോട്ടം ഓഫ് എ പോണ്ട് അപ്പിയേഴ്സ് എലിവേറ്റഡ് വെൻ വ്യൂഡ് ഫ്രം എ ഡിസ്റ്റൻസ് ദാൻ ഫ്രം എ നിയറർ പോയിന്റ്. വൈ? അതായത് ഒരു ജലാശയത്തിൻ്റെ അടിത്തട്ട് അകലെ നിന്ന് നോക്കുമ്പോൾ അടുത്തു നിന്ന് നോക്കുന്നതിനേക്കാൾ കൂടുതൽ ഉയർന്നിരിക്കുന്നതായിട്ട് തോന്നുന്നു. അതിനുള്ള കാരണം എന്താണെന്ന്. അതായത് അകലെ നോക്കുമ്പോൾ കുറച്ച് ഉയർന്നിരിക്കുന്നതായി തോന്നുന്നു എന്ന്. അതായിരിക്കും കാരണം എന്ന്. ഇതിൻ്റെ ആൻസർ വെൻ ലൈറ്റ് റേ കമ്മിങ് ഫ്രം ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റയറർ മീഡിയം ഇറ്റ് ഡീവിയേറ്റ്സ് എവേ ഫ്രം ദ നോർമൽ. ലൈറ്റ് റേ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്നും റയറർ മീഡിയത്തിലേക്കാണ് കടക്കുന്നതെങ്കിൽ അത് നോർമലിൽ നിന്നും അകന്നു പോകുന്നു. വെൻ എ പേഴ്സൺ വ്യൂ ദ പോണ്ട് ഫ്രം എ ഫർദർ പോയിന്റ് ദ ആംഗിൾ ഓഫ് റിഫ്ലാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് വ്യൂഡ് ഫ്രം എ നിയർ പോയിന്റ്. ഒബ്സർവർ അകലെ നിന്നും പോണ്ടിനെ നിരീക്ഷിക്കുന്നത് കൊണ്ട് റിഫ്രാക്റ്റഡ് ആംഗിൾ ഇൻസിഡൻ്റ് ആംഗിളിനേക്കാളും വലുതായിരിക്കും. ദെർഫോർ ബോട്ടം ഓഫ് എ പോണ്ട് അപ്പിയേഴ്സ് എലിവേറ്റഡ്. അതുകൊണ്ടാണ് തടാകങ്ങളുടെയൊക്കെ അടിഭാഗം ഉയർന്നതായിട്ട് കാണപ്പെടുന്നത് എന്ന്.
അടുത്ത ക്വസ്റ്റ്യൻ, പീപ്പിൾ ഹു എൻഗേജ് ഇൻ ബോ ഫിഷിംഗ് എയിം അറ്റ് എ പോയിന്റ് സ്ലൈറ്റ്ലി ബിലോ ദ പെർസീവ്ഡ് പൊസിഷൻ ഓഫ് ദ ഫിഷ്. വൈ? അമ്പ് ചെയ്ത് മീൻ പിടിക്കുന്നവർ മീനിനെ കാണുന്നിടത്ത് നിന്നും അല്പം താഴേക്കാണ് അമ്പ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന്? The light rays from the fish comes from water to air. It bends away from the normal. So the position of the fish seems to be lifted up due to refraction. ഇവിടെ ഫിഷിൽ നിന്നും വരുന്ന ലൈറ്റ് റേസ് ജലത്തിൽ നിന്നൂടെ കടന്ന് വായുവിലേക്കാണ് പാസ് ചെയ്യുന്നത് അല്ലേ. ഈ ലൈറ്റ് റേസിന് റിഫ്രാക്ഷൻ സംഭവിക്കുന്നതുകൊണ്ട് ഈ ലൈറ്റ് റേസ് ജലത്തിൻ്റെ യഥാർത്ഥ സ്ഥാനത്തിന് മുകളിലുള്ള ഒരു പോയിന്റിൽ നിന്നും വരുന്നത് പോലെ തോന്നുന്നതുകൊണ്ട് മത്സ്യത്തിൻ്റെ സ്ഥാനം കുറച്ച് ഉയർന്നായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇതോടുകൂടി സെക്കൻഡ് പാർട്ടോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാം.